ഇത് രാജ്യത്തുനിന്നാ? ഇത് ഫ്രാൻസ് എന്നുള്ളതാണ്. ഫ്രാൻസ് എന്നാ കൂടുതൽ. ഫ്രാൻസ് ബേസിക്കലി. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചതാ, ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാ. ഇവനെന്തോ പ്രതികരിക്കാണ്ടെന്ന് തോന്നുന്നു. ഞാൻ റിട്ടയർ ലൈഫിന് ഇവിടെ വന്നതാ. 2 കൊല്ലം ഇവിടെ താമസിക്കുന്നു. ന്യൂക്ലിയർന്ന് റിട്ടയർ ആയതാ. 35 കൊല്ലം ഞാൻ ബോംബെയിലായിരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ അത് കമേഴ്ഷ്യലായിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ഗ്രിഡിൽ കൊടുക്കലാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ചെയ്യുന്നത്. കൊച്ചിക്കാരനല്ലേ അങ്ങ്? ഞാൻ ഒറിജിനലി തൃശ്ശൂർക്കാരനാ. പക്ഷെ അവിടെ സിറ്റി ലൈഫിലൊക്കെ ജീവിച്ചുകൊണ്ട് ഇവിടെ വന്ന് സെറ്റിലായി. തൃശ്ശൂരാണ് ശരിയാവും. നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ മക്കൾക്ക് ശരിയാവണ്ടേ. അപ്പൊ അവർക്ക് സിറ്റി ലൈഫ്, അവരവിടെ ജനിച്ചു വളർന്നവരല്ലേ. എളുപ്പവഴി പറയാം. കൊച്ചി താമസിപ്പിച്ച് കുറേശ്ശെ ചാലക്കുടി അങ്ങനെ ഓരോ സ്ഥലത്ത് അപ്പുറം കടന്നു കിടന്ന് തൃശ്ശൂരുടെ നല്ല ഗടികളുള്ള സ്ഥലമല്ലേ. എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തുതന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഒത്തിരി പ്രശംസ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ യൂത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഏജിൽ നമ്മളൊരു 18, 20, 22 വയസ്സ് കുറച്ചും കൂടെ ലേറ്റാണ്. അവർ ഓൾറെഡി അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അവരെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ശരിക്കും നമ്മൾ വളരെ ചെറിയ 5 വയസ്സ് തുടങ്ങിയിട്ട് തന്നെ നമ്മൾ ഈ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഏജ് ഡിഫിക്കൽട്ടാണ്. രക്ഷയില്ല, നമുക്ക് ഇറങ്ങിയാൻ പറ്റും. അപ്പോൾ താങ്കൾ എനിക്കൊന്ന് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എന്താ പേര്? മണിരാജ് പേര്. ഞാൻ ഒലീവ് ഡി അഡിക്ഷൻ സെന്റർ കുഴിവേലിപ്പടിയാണ് ഇപ്പം പേഷ്യന്റ് കെയർ ആയിട്ട് ജോലി ചെയ്യണത്. ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് ജോഗിങ്ങിന് വരുന്ന സ്ഥലമാണ് ഇത്. അന്നൊക്കെ ഇവിടെ ഇപ്പം കുറച്ച് കുറവാണ്. ആദ്യമൊക്കെ ഒരു 3-4 വർഷം മുമ്പൊക്കെ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. അല്ല, ആൾക്കാരൊക്കെ ഈ റൊമാൻസുമായിട്ട് വരുന്നവരാണോ? ഇവിടെ കുറെ റൊമാൻസുകാരെ ഞാൻ കണ്ടുള്ളത്. ഇല്ല, അല്ല, റൊമാൻസിൽ നിന്നോട്ടെ. കാര്യം റൊമാൻസ് ഒക്കെ നമ്മൾ ഇല്ലാതായ പിന്നെ ഈ നാടിന്റെ ഒരു സുഖം എന്താ? അവരെ ഇതല്ലേ ഇല്ലാതെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ ഡ്രഗ്സ് ടീമുകളും വരുന്നത്. ഈ അങ്ങ് ഡി അഡിക്ഷൻ സെന്ററിൽ കണ്ട ഈ MDMA കുഴപ്പം എന്താ? അത് ആൾക്കാർ ഇപ്പൊ MDMA ആണ് ഏറ്റവും വലിയ മാരക വിപത്ത്. പിന്നെ ശരി, ബ്ലഡിലേക്ക് അതിന്റെ ലഹരി കയറി കഴിഞ്ഞാൽ. നിങ്ങൾ ഡോക്ടറാണോ? അല്ലല്ല, ഞാൻ അവിടുത്തെ പേഷ്യന്റ് കെയറാണ്. ഓക്കെ. എന്നിട്ട് ഈ MDMA ഒരാൾ 4-5 തവണ കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാവും? മൂപ്പര് മൈൻഡ് നേരെയാവില്ല. ഇത് ശരിക്ക് ബ്ലഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ പറ്റത്തില്ല. ഇതില്ലാതെ ആവുമ്പോ ആള് വയലന്റ് ആവും. വയലന്റ് ആവുമ്പോ അയാൾ ചെയ്യണത് എന്താന്ന് അയാൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. അമ്മയും മകളെ കണ്ടാൽ മനസ്സിലാവും. ആരെയും മനസ്സിലാവില്ല. ഞങ്ങൾക്ക് തന്നെ ഇഷ്ടം പോലെ ഇടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചവരൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് രോഗികളാണല്ലോ. അത് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ മെഞ്ഞാൻ തന്നെ ഒരു വേറൊരു സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന നൈറ്റ് കയറേണ്ടതാണ്. ഇന്നലെ ഡേ കഴിഞ്ഞ് ഇന്ന് ഡേ ഓഫാണ്. നൈറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് കുറച്ച് ദിവസം ലീവ് എടുക്കാമെങ്കിൽ കാസർഗോഡ് വരെ അങ്ങനെ ഞങ്ങൾ യാത്രയിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ സ്റ്റാഫ് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വരും. ഓക്കെ. അങ്ങ് ഈ കുട്ടികളുടെ ഡി അഡിക്ഷനില് ഒക്കെ ഉള്ള ഒരു എക്സ്പെർട്ടീസ് കാണിക്കും. ചെറുപ്പക്കാരെ നമുക്ക് വേണ്ടത്. അപ്പൊ അവരെയൊക്കെ നേരെയാക്കണം. അതിൽ കൂടുതൽ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഇവിടെ വെളുപ്പിന് കണ്ട ആൾക്കാരുണ്ട്. ഇവിടെ കണ്ടുവരികയാണെങ്കിൽ അവിടെ കണ്ടു. അവിടെയുണ്ട് രോഗികളായിട്ട് വന്നത്. ഈ നമ്മളെ തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, പിന്നെ ചെല്ലാൻ. ഇവിടെ ഒരുപാട് ആൾക്കാരെ കണ്ടോ? പിന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള സ്ഥലമായത്. അപ്പൊ അദ്ദേഹം കൂടുതൽ പോലീസ് ജാഗ്രത കാണിക്കണം അല്ലേ? സാറേ അറിയാം സാറേ, എന്റെ അടുത്ത് നമ്പർ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ വിളിക്കാറുണ്ട്. സെൻട്രൽ സ്റ്റേഷനിലേക്കും വിളിക്കാറുണ്ട്. ഞാനിവിടെ എന്റെ പേര് ജോസഫ് എന്ന് പറയും. ഞാൻ മറൈൻ ഡ്രൈവിൽ താമസിക്കുന്നതാണ്. ഇവിടെ ഈ ദിവസമുള്ള എല്ലാ അംഗങ്ങളും കാണിയാണ്. രാത്രി ഇവിടെ മറൈൻ ഡ്രൈവിൽ കൂടുതലാണോ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ? രാത്രി കള്ളടിച്ചു വന്നിട്ട് കിടന്ന് ബഹളവും. പോലീസ് കവറേജ് ഒക്കെ ഉണ്ടല്ലോ. പോലീസിന് പേടിയാവില്ല. പേടിയാണ്. ഞാൻ പലതാശം അടിയിടിയൊക്കെ കടന്നപ്പോ അതായിക്കോട്ടെ. പക്ഷെ അവര് 2-3 പേരല്ല, അവർക്ക് ലൈഫ് ഉള്ളതല്ലേ. ഇവരുടെ അടുത്ത് വലിയ ആയുധങ്ങളുണ്ടാണ്, ചിലപ്പോ കയറ്റി കളയും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. അപ്പൊ കൂടുതൽ പോലീസ് പ്രൊട്ടക്ഷൻ. ഞാൻ എന്റെ വീട് ഇവിടെ, ഞാൻ എനിക്ക് അവിടെ നോക്കിയെല്ലാം കാണാം. അങ്ങനെ ഞാൻ 10-60 രാജ്യത്ത് ബോർഡറിലാണ്. ഇവിടത്തെ അത്ര റൊമാൻസ് ഇപ്പൊ ഇറങ്ങൂല്ല. അല്ല, അത് മാന്യമായ റൊമാൻസ് ചെയ്യാ. ചിലർക്ക് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിട്ടുള്ള റൊമാൻസ് ഇവിടെ ഉണ്ട്. അതെന്തോ അറിയോ, നമ്മുടെ സമയം പോയെന്നുള്ളൊരു തോന്നല. അതെ, അല്ല അത് കുഴപ്പമില്ല. നമ്മളിപ്പോഴും എങ്ങല്ലേ സമയമൊന്നും പോയിട്ടില്ല. പിന്നെ വേറെ കാര്യം പറയാം. സംസാരിക്കുമ്പോ ഞങ്ങളുടെ ഒരു ആളിനെ നമുക്ക് ഓർമ്മ വരും. നോട്ട് ഓൺലി ദാറ്റ്,
ഐ നോ യു ഫ്രം ഏഷ്യാനെറ്റിന്റെയും ഇവിടുന്ന് അതിനു 24 flowers. എല്ലാ എല്ലാവരും എന്തെങ്കിലും സീനിയർ ടു യു വെരിവേ. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറയാം. ഞാൻ ഇതിലേക്ക് കൂടി നടക്കുമ്പോൾ രാവിലെ നടക്കുമ്പോൾ ഒരു പാക്കറ്റുമായിട്ട് ബാഗായിട്ട് വരും 2-3 പേരുണ്ട് ഇവിടെ. അത് എല്ലായിടത്തും ഇങ്ങനെ കൊടുത്തിട്ട് പോകും. ആണോ? ആ, അത് പോലീസ് നോക്കില്ല. ഇവിടെ ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഉണ്ടോ? പിന്നെ ഇവിടുത്തെ ഇവിടെ രാവിലെ ഞാൻ മിക്ക ദിവസം വരുമ്പം പിന്നെ ഡ്യൂട്ടി വണ്ടി അവിടെ ഉണ്ടാവും. ഡ്യൂട്ടി വണ്ടി അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഡ്യൂട്ടി വണ്ടി അവിടെ കിടന്നാലും അവര് എല്ലാം വണ്ടിയോ? പോലീസ് വണ്ടി അവിടെ ഉണ്ടാവും. നമ്മളെ അപ്പുറത്തെ പാലില്ലേ അവിടെ ഉണ്ടാവും. കാരണം ആ പാലത്തിന്റെ അടിയിൽ എപ്പോഴും ഈ ട്രാൻസിന്റെ പേരിൽ കുറെ റോബറി ടീമുകൾ, ഇത് ഉപയോഗിക്കുന്ന ടീമുകൾ അവരവിടെ പിടിച്ചു കയറി ഉറങ്ങി ഇറങ്ങുന്നവന്റെ മൊബൈൽ എടുത്തു പോവുക. എന്തായാലും ഞങ്ങൾ കമ്മീഷണർ രാവിലെ കാണുമ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുത്തിയേക്കാം. GCA കോംപ്ലക്സ് അവിടെ ഒത്തിരി പേര് നൈറ്റ് ഷെൽട്ടറാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു കുറച്ചായിട്ടുള്ള നമ്മളെ അബ്ദുൽ കലാം മാർഗ് ഒന്ന് ക്ലീൻ ആയിട്ട്, അതിനു മുന്നേ മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഗ്യാങ്ങുള്ള ബഹളാണ് ഇവിടെ. നടക്കാനും ഇങ്ങോട്ട് പോകാൻ പറ്റും. മട്ടാഞ്ചേരി മാർട്ടിൻ അവന്റെ കക്ഷി അത് മറ്റേ എന്താ അവന്റെ ശരിക്കുള്ള പേര് ജഡമുടിയൊക്കെ ബന്ധമുള്ള ആളാണോ? പിന്നെ അവൻ ഡ്രഗ്സാന്ന് എല്ലാവർക്കും അറിയാലോ. അവൻ ഓപ്പൺ ആയിട്ട് ഇവിടെ വലിച്ചു നടക്കുന്ന ആളല്ലേ. ക്യൂൻസ് വാക്കുവയിലുണ്ട്. നമ്മുടെ അവതാരകരൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലമാണ്. ഇപ്പാണ് കുറച്ച് അബ്ദുൽ കലാം മാർഗ് ഒന്ന് ക്ലീൻ ആയി. എന്തായാലും ഈ മട്ടാഞ്ചേരി മാർട്ടിന്റെ കാര്യം അത് എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്മീഷൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി, മാർട്ടിനെ പറ്റുമോ ഞങ്ങളൊന്ന് കാണും. താങ്ക് യു ജയകുമാർ. എന്നോട് ആരോഗ്യം ഉണ്ടല്ലോ. മട്ടാഞ്ചേരി പേര് മറന്നുപോയി. മാർട്ടിൻ മട്ടാഞ്ചേരി. അന്നോനോ മട്ടാഞ്ചേരി മാർട്ടിൻ രണ്ടും തന്നെ. നമ്മുടെ പോലീസ് ചെക്ക് ചെയ്യണ പോലെ ഇവിടെ വന്ന് കള്ളടിച്ചേരണമെന്ന് ചെക്ക് ചെയ്യാനുള്ള മെഷീനായിട്ട് വന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ രാത്രി കാലങ്ങളിൽ വന്നെ എവിടെ നിന്നാണ് അറിയാമോ? കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പിള്ളേർ വന്ന് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങണേ വലിയ ഗ്രൂപ്പായിട്ട്. അവര് മിക്കവരും നല്ലോണം കള്ളടിച്ചിട്ടാ വരുന്നത്. കള്ളടിക്കുന്നതല്ലേ കള്ളടിക്കുന്ന അതും പ്രശ്നങ്ങളാണ്. അത് they have no control there. അദ്ദേഹത്തിന്റെ പേരോടൊന്ന് പറഞ്ഞു. സുജിത് സുകുമാരൻ. എന്താ സുജിത്തെ പ്രശ്നം? ഗവൺമെന്റ് എങ്ങനെ IT മേഖല അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു സജഷനായിട്ട് വന്നത്. ഞാൻ 25 വർഷമായിട്ട് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ആളാണോ? ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം MP നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് ആളൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഞങ്ങൾ അധികം പരാതികൾ കൊടുത്താണ് വർക്ക് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലരും പറഞ്ഞത് പോലീസുകാർ വന്നല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മോണിറ്റർ ചെയ്യണം. മോണിറ്ററിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ AI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ലഹരി കൊടുക്കുന്നവരും അല്ലെങ്കിൽ ഉപയോഗിച്ച് നടക്കുന്നവരൊക്കെ തന്നെ പ്രോഗ്രാമിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതും ഈ പ്രോഗ്രാംസ് മാത്രം അതിനെ അലേർട്ട് കൊടുക്കാൻ പറ്റും. ആ സിസ്റ്റം പോലീസ് മോണിറ്റർ ചെയ്താൽ മതി. ഇവിടെ ഫുൾ ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്, ക്യൂൻസ്വയിലുള്ളതാണ്. ഈ ക്യാമറാസും ഇന്റലിജൻസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യണമെന്നാണ് ഗവൺമെന്റ് ആലോചിക്കേണ്ടത്. SKനും അതിന് സഹായിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും ഹാക്കത്തോൺസ് എല്ലാ കൺട്രീസിലും നടത്തുന്നതാണ്. ഹാക്കത്തോൺസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പ്രോഗ്രാമിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെ ഇത് ഫ്രീ ആയിട്ട് സബ്മിറ്റ് ചെയ്ത് തരും. അങ്ങനെ യൂത്തിനെ ഇതിലോട്ട് അട്രാക്ട് ചെയ്യാം. ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. താങ്ക് യു